നടൻ വിജയുടെ ജനപ്രീതിയെ 90കളിലെ രജനികാന്തിന്റെ ജനപ്രീതിയോടാണ് പലപ്പോഴും താരതമ്യം ചെയ്യാറുള്ളത്. എന്നിട്ടും രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് തീരുമാനിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്ത് 5 വർഷത്തിലേറെയായെങ്കിലും ആ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇത് സംഭവിച്ചത് ടിവികെയുടെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും വിജയുടെ ടീമിലെ പ്രധാനിയുമായ ധർമ്മരാജ് മാർച്ച് 12-ാം തീയതി നടന്ന ഒരു പൊതുയോഗത്തിൽ പറഞ്ഞത് രജനികാന്ത് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയത് അനാരോഗ്യം കൊണ്ടല്ല, മറിച്ച് DMKയിൽ നിന്നുള്ള ഭീഷണി കാരണമാണെന്നാണ്. അദ്ദേഹം രാഷ്ട്രീയ ഭീഷണിപ്പെടുത്തലാണ് സൂചിപ്പിച്ചത്. അതേസമയം വിജയ്ക്ക് അവരെ നേരിടാനുള്ള ധൈര്യമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. DMK തീർച്ചയായും ഈ സംഭവത്തെയും പ്രസ്താവനയെയും അപലപിക്കുകയും മാപ്പ് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ പ്രതിപക്ഷമായ NDAയ്ക്കും AIADMK നേതാവ് എടപ്പാടി പളനിസ്വാമിക്കും BJP നേതാവ് നയനാർ നാഗേന്ദ്രനും മറ്റു പല നേതാക്കൾക്കും ഇത് വിളിച്ചു പറയാൻ 4 ദിവസം വേണ്ടിവന്നു. MGRും ജയലളിതയും മാത്രമല്ല, പ്രധാനമന്ത്രി മോദിയും വളരെ ബഹുമാനിക്കുന്ന ഒരാളെയാണ് അദ്ദേഹം അപകീർത്തിപ്പെടുത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. TVKയുമായി ഒരു തന്ത്രപരമായ സഖ്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർക്ക് അപ്പോഴും ഉണ്ടായിരുന്നതുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചതെന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ പുറപ്പെടുവിക്കുന്ന പ്രസ്താവന ആ പ്രതീക്ഷ തകർന്നു എന്നതിന്റെ തെളിവാണ്. തമിഴ്നാട്ടിൽ ഒരു അർദ്ധദൈവമായി കണക്കാക്കപ്പെടുന്നതും ഇപ്പോഴും അത്തരം പദവി ആസ്വദിക്കുന്നതുമായ ഒരാളെ TVKയുടെ വിജയ് അനാദരിച്ചുവെന്ന് കാണിക്കാൻ NDA സഖ്യത്തിന് ഇതൊരു മികച്ച അവസരമാകുമായിരുന്നു. രജനികാന്ത് തീർച്ചയായും തന്റെ തനതായ ശൈലിയിൽ ഈ വിവാദം പുകയാൻ അനുവദിക്കുകയും പറഞ്ഞതിനെക്കുറിച്ച് ഇപ്പോൾ മാത്രമാണ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്. ധർമ്മരാജ് പറഞ്ഞത് ഒരു അസത്യമാണെന്നും അദ്ദേഹത്തെ പിന്തുണച്ച് പ്രസ്താവനകൾ ഇറക്കിയ മറ്റ് നേതാക്കൾക്ക് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1996-ൽ വളരെ പ്രസിദ്ധമായി രജനികാന്ത് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. AIADMK അധികാരത്തിൽ വന്നാൽ തമിഴ്നാടിനെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ തീർച്ചയായും അദ്ദേഹം കൂടുതൽ നയതന്ത്രജ്ഞനാണ്. അദ്ദേഹം തന്റെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: കാലം സംസാരിക്കില്ല, പക്ഷേ അത് കാത്തിരുന്ന് ഉത്തരം നൽകും.